ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ യൂസുഫ് അലി കരയാറുണ്ട്. കാരണം ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ വിഷമിച്ചു കഴിഞ്ഞ സമയത്ത് ഉമ്മയുടെ അരഞ്ഞാണം കട്ടെടുത്ത് കൊണ്ടുപോയി വിട്ടിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത്. ഇതറിഞ്ഞ ഉമ്മാനോട് വന്നിട്ട് പൊരുത്തപ്പെടിയിട്ട് ഉമ്മയുടെ ഒരു വാക്കുണ്ട്, മോൻ പോയിട്ട് നന്നായിട്ട് വാ, മോൻ പോയി നന്നായിട്ട് വാ എന്ന ആ ഒരൊറ്റ വാക്ക് ഇതാണ് എന്റെ എല്ലാ വിജയത്തിനും കാരണം എന്ന് വളരെ അഭിമാനത്തോടു കൂടാതെയും പ്രസംഗിക്കാറുണ്ട്. നമ്മുടെ ദുന്യാവിലെ വിജയത്തിനും നാളെ പാരമ്പരികമായ വിജയത്തിനും ഒന്നാമതായും രണ്ടാമതായും നമ്മൾ പൊരുത്തം വാങ്ങേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും തന്നെയാണ്. നാട്ടിലൂടെ നമ്മൾ കമ്മാടികളായി പെണ്ണികളായി നടക്കുന്ന ആളുകളെ കുറിച്ച് ചരിത്രം പരിശോധിക്കുമ്പോൾ ഉമ്മയോട് ചൊടിയുണ്ടാകും. ഉമ്മയുടെ മനസ്സിലെ മക്കളോട് വെറുപ്പുണ്ടാകും. അതാണ് അതിന് കാരണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് ഈ ഒരു സന്ദർഭം ഇന്നലെ പെട്ടെന്നാണെങ്കിലും ഇങ്ങനെ ഒരു മെസ്സേജ് നൽകാൻ വേണ്ടി ഇവിടെ വന്ന രണ്ട് സഹോദരിമാര്, അവരാണ് അതിന് കാരണക്കാർ, ഒറ്റകണ്ഠം അഭിനന്ദിക്കുന്നു. കുറെ പഠിക്കുന്നതിനേക്കാളും ഒരല്പസമയം ആ ഒരു മെസ്സേജ് ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ കൊടുക്കുക എന്നുള്ളത്, അതിന് അവസരം ഉണ്ടാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇരുവീട്ടിൽ നിന്ന് എനിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതലായി എനിക്ക് സംസാരിക്കുന്നില്ല. മാതാപിതാക്കളെ അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കേണ്ടവർ, ആദരിക്കേണ്ടവർ എന്ന് പറഞ്ഞാൽ റഹ്മത്തിനെ കുറിച്ച് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നോടത്ത് റഹ്മത്ത് അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അള്ളാഹ് ആർക്കൊക്കെ റബ്ബാണോ അവർക്കൊക്കെ അള്ളാഹ് കരുണ ചെയ്യും. അള്ളാഹു ആർക്കൊക്കെ കരുണ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ നമ്മൾ കരുണ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അതാണ്, സഹാബാക്കളുടെ സ്വഭാവം അതാണ്, എല്ലാവരുടെയും സ്വഭാവം അതാണ്. സൗമ്യമായ രീതിയിൽ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുമ്പോൾ അത് ഉമ്മയുടെ സ്വഭാവമായിരിക്കണം നമുക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ രീതിയിൽ നമ്മുടെ മക്കളെ നന്നാക്കട്ടെ. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വൃദ്ധസദനങ്ങളൊക്കെ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകാൻ വേണ്ടി പടച്ചറപ്പ് നമ്മളൊക്കെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പരിപാടിക്ക്